സുപ്രഭാതം. എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് ഓഗസ്റ്റ് 24, 2024 ശനിയാഴ്ച 1200 ചിങ്ങം 8-ാം തീയതി ഇന്നത്തെ മാതൃഭൂമി ബംഗളൂരു എഡിഷനുമായിട്ടാണ് ഞാനിപ്പോൾ വന്നിട്ടുള്ളത്. ഒന്നാം പേജിലെ ഒരു പ്രധാനമായിട്ടുള്ള ഒരു വാർത്ത കളർ ഫോണ്ടിലാണ് കൊടുത്തിട്ടുള്ളത്. ഒരു കത്രികയുടെ ഫോട്ടോയും കൊടുത്തിട്ടുണ്ട്. സെൻസറിങ് സർക്കാർ വക ഹേമ കമ്മിറ്റി റിപ്പോർട്ട് 5 പേജ് കൂടി വെട്ടിയതിൽ ആക്ഷേപം, വിവേചനാധികാരമെന്ന വിശദീകരണം. തിരുവനന്തപുരം സിനിമയിലെ ഉന്നതരെ രക്ഷിക്കാൻ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ 5 പേജുകൾ കൂടി സർക്കാർ മറച്ചുവെച്ചുവെന്ന ആക്ഷേപം. 165 മുതൽ 196 വരെയുള്ള ഖണ്ഡികകളും വ്യക്തി വിവരങ്ങളും ഒഴിവാക്കി ബാക്കി പുറത്തുവിടാനായിരുന്നു വിവരാവകാശ കമ്മീഷണർ എ അബ്ദുൽ ഹക്കീമിന്റെ ഉത്തരവ്. എന്നാൽ ഇതിനൊപ്പം കമ്മീഷൻ ആവശ്യപ്പെടാത്ത 49 മുതൽ 53 വരെയുള്ള പേജുകളും ഒഴിവാക്കി. അടുത്തൊരു വാർത്ത, ഇതിന്റെ അനുബന്ധമായിട്ടുള്ള വാർത്തകൾ കുറെ ഉണ്ട്, എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു വാർത്ത ഒന്ന് വായിക്കാം. അനിൽ അംബാനിക്ക് ഓഹരി വിപണിയിൽ 5 വർഷത്തെ വിലക്ക്. ഒന്നാം പേജിലെ വാർത്തയാണിത്. പ്രതിസന്ധിയിലായ പ്രമുഖ വ്യവസായി അനിൽ അംബാനിയെ ഓഹരി വിപണിയിലെ ഇടപാടുകളിൽ നിന്നും 5 വർഷത്തേക്ക് വിലക്കി ഓഹരി വിപണി നിരീക്ഷണ ബോർഡായ സെബി ഉത്തരവിറക്കി. റിലയൻസ് ഹോം ഫിനാൻസ് ലിമിറ്റഡ് എന്ന കമ്പനിയിലെ ഫണ്ട് വകമാറ്റി തട്ടിയെടുക്കാൻ ശ്രമിച്ചതിന്റെ പേരിലാണ് നടപടി. 25 കോടി രൂപ പിഴയുമുണ്ട്. വയനാട് ദുരന്തബാധിതരുടെ വായ്പ സഹായധനത്തിൽ നിന്ന് കുടിശ്ശിക ഈടാക്കാനാകില്ല എന്ന് ഹൈക്കോടതി. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിന് ഇരയായവരുടെ വായ്പ കുടിശ്ശിക സഹായധനത്തിൽ നിന്ന് ഈടാക്കാനാകില്ലെന്ന് ഹൈക്കോടതി. ഇക്കാര്യത്തിൽ സഹകരണ ബാങ്കുകൾ അടക്കമുള്ളവയ്ക്ക് നിർദ്ദേശം നൽകാൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. വയനാട് 17 കുടുംബങ്ങളിൽ ആരും അവശേഷിക്കുന്നില്ല. സർക്കാർ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകി. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ 17 കുടുംബങ്ങളിൽ ആരും അവശേഷിക്കുന്നില്ലെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ അറിയിച്ചു. ഈ കുടുംബങ്ങളിലെ 65 പേർ മരിച്ചു. 119 പേരെ കണ്ടെത്താനായിട്ടില്ലെന്നും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മെമ്പർ സെക്രട്ടറി ഡോക്ടർ ശേഖർ എൽ കുര്യാക്കോസ് സ്പെഷ്യൽ ഗവൺമെന്റ് പ്ലീഡർ സി ഉണ്ണികൃഷ്ണൻ മുഖേന ഫയൽ ചെയ്ത വിശദീകരണത്തിൽ വ്യക്തമാക്കി. കേജ്രിവാൾ തെളിവ് നശിപ്പിച്ചേക്കുമെന്ന് CBI. ജാമ്യ ഹർജി 5ലേക്ക് മാറ്റി. കേസിനെ രാഷ്ട്രീയവത്കരിക്കുന്നതായും CBI. മദ്യനയവുമായി ബന്ധപ്പെട്ട CBI കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കേജ്രിവാളിന് ഇടക്കാല ജാമ്യം നൽകരുതെന്ന് CBI സുപ്രീം കോടതിയിൽ വാദിച്ചു. മുഖ്യമന്ത്രി കൂടിയായ കേജ്രിവാൾ പുറത്തിറങ്ങിയാൽ സാക്ഷികളെ സ്വാധീനിക്കാനും തെളിവ് നശിപ്പിക്കാനും സാധ്യതയുണ്ട്. കേസിനെ രാഷ്ട്രീയ വിഷയമാക്കാനാണ് കേജ്രിവാൾ ശ്രമിക്കുന്നതെന്നും CBI ആരോപിച്ചു. ബംഗളൂരുവിൽ ഡെങ്കിപ്പനി ബാധിച്ചവർ 10,000 കടന്നു. ബംഗളൂരുവിൽ ഡെങ്കിപ്പനി ബാധിച്ചവരുടെ എണ്ണം 10,000 പിന്നിട്ടു. വെള്ളിയാഴ്ച വരെ നഗരത്തിൽ രോഗം ബാധിച്ചവർ 10,570 ആണ്. ഗുജറാത്ത് നിയമസഭയിൽ ബഹളം, ജിഗ്നേഷ് മേവാനിയെ പുറത്താക്കി. ഗുജറാത്ത് നിയമസഭാ സമ്മേളനത്തിനിടെ ബഹളമുണ്ടാക്കിയതിന് MLAയും കോൺഗ്രസ് സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റുമായ ജിഗ്നേഷ് മേവാനിക്കെതിരെ നടപടി. വെള്ളിയാഴ്ച സമ്മേളനത്തിൽ നടന്ന സംവാദത്തിനിടെ മേവാനി നടുത്തളത്തിലിറങ്ങി ബഹളമുണ്ടാക്കിയതിനെ തുടർന്നാണ് സ്പീക്കർ ശങ്കർ ചൗധരി പുറത്താക്കിയത്. കേരളം സുരക്ഷിതം, അന്താരാഷ്ട്ര പ്രചാരണം തുടങ്ങും. പ്രകൃതി ദുരന്തങ്ങളും കാലാവസ്ഥാ മാറ്റങ്ങളും സംസ്ഥാനത്തെ വിനോദസഞ്ചാര മേഖലയെ പിന്നോട്ട് അടിച്ചതോടെ നടപടികളുമായി ടൂറിസം വകുപ്പ്. അന്താരാഷ്ട്ര തലത്തിൽ കേരളത്തിലെ വിനോദസഞ്ചാരത്തെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിൽ പ്രചാരണം നടത്താനാണ് നീക്കം. ഇതിനായി ഉന്നത ഉദ്യോഗസ്ഥ സംഘത്തെ വിദേശത്തേക്ക് അയക്കും. ബിസിനസ് മീറ്റുകൾ, വ്യാപാരമേളകൾ, സാമൂഹിക മാധ്യമങ്ങൾ തുടങ്ങിയവ വിവിധ മാർഗങ്ങളിലൂടെ അടുത്ത മാസം ആദ്യം പ്രചാരണം തുടങ്ങും. അമിത നിബന്ധനയോടെയുള്ള ജാമ്യത്തെ ജാമ്യമായി കാണാനാവില്ല എന്ന് സുപ്രീം കോടതി. അമിതമായ നിബന്ധനകളോടെയാണ് ജാമ്യം നൽകുന്നതെങ്കിൽ അതിനെ ജാമ്യമായി കാണാനാവില്ലെന്ന് സുപ്രീം കോടതി. 11 കേസുകളിൽ ജാമ്യം ലഭിച്ചെങ്കിലും ഓരോന്നിലും പ്രത്യേകമായി ആൾജാമ്യം കണ്ടെത്താൻ സാധിക്കാത്തതിനാൽ ജയിലിൽ കഴിയുന്നയാളുടെ ഹർജി പരിഗണിക്കവെയാണ് സുപ്രീം കോടതിയുടെ നിരീക്ഷണം. ഇതൊക്കെയാണ് ഒന്നാം പേജിലെ വാർത്തകൾ. ഇനി അകത്തെ ഒരു പേജിൽ കടക്കുകയാണ്. മൂന്നാം പേജിൽ പൊതുവെ ബാംഗ്ലൂർ സംബന്ധം കർണാടക വാർത്തകളാണ്. എന്നാൽ അത് സ്കിപ്പ് ചെയ്തുകൊണ്ട് ഞാൻ വാർത്തയും വീക്ഷണവും എന്നുള്ള 5-ാം പേജിൽ പോവുകയാണ്.
ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കോൺക്ലേവിൽ അമ്മയും പങ്കെടുക്കില്ല. WCC നേരത്തെ ബഹിഷ്കരണം പ്രഖ്യാപിച്ചു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ നിർദ്ദേശങ്ങൾ ചർച്ച ചെയ്യാൻ സർക്കാർ സംഘടിപ്പിക്കുന്ന സിനിമാ കോൺക്ലേവിൽ പങ്കെടുക്കേണ്ടെന്ന് അഭിനേതാക്കളുടെ സംഘടനയായ അമ്മ തീരുമാനിച്ചു. പങ്കെടുക്കില്ലെന്ന വിമൻ ഇൻ സിനിമ കളക്ടീവും നടത്താൻ അനുവദിക്കില്ലെന്ന പ്രതിപക്ഷവും പ്രഖ്യാപിച്ചു. കാസ്റ്റിംഗ് കൗച്ച് നേരിട്ടവരുണ്ടെന്ന് ജഗദീഷ്. ആരോപണ വിധേയർ അഗ്നിശുദ്ധി തെളിയിക്കട്ടെ. സിനിമാ രംഗത്തെ കാസ്റ്റിംഗ് കൗച്ച് ചിലർക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ടെന്ന് അമ്മ വൈസ് പ്രസിഡന്റ് നടൻ ജഗദീഷ്. ഹേമ കമ്മിറ്റിക്ക് മുന്നിൽ വനിതകൾ നൽകിയ മൊഴികൾ അപ്രസക്തമാണെന്ന് താൻ പറയില്ല. ആരോപണ വിധേയർ അഗ്നിശുദ്ധി തെളിയിക്കട്ടെ. രഞ്ജിത്തിനെതിരെ നടി ശ്രീലേഖ മിത്ര. സംവിധായകൻ രഞ്ജിത്തിൽ നിന്ന് തനിക്കുണ്ടായ ദുരനുഭവം സമ്മാനിച്ചത് കടുത്ത മാനസിക വ്യതയെന്ന് ബംഗാളി അഭിനേത്രി ശ്രീലേഖ മിത്ര. ഒരു രാത്രി മുഴുവൻ വീതിയിൽ കഴിച്ചുകൂട്ടിയ ശേഷം താൻ കൊച്ചിയിൽ നിന്ന് ഒരു വിധത്തിൽ രക്ഷപ്പെടുകയായിരുന്നുവെന്ന് അവർ മാതൃഭൂമിയോട് പറഞ്ഞു. നിഷേധിച്ച് രഞ്ജിത്തുമായി മാതൃഭൂമി പലതവണ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും ലഭിച്ചില്ല. ശ്രീലേഖയുടെ ആരോപണം ഒരു സ്വകാര്യ ചാനലിനോട് രഞ്ജിത്ത് നിഷേധിച്ചു. ശ്രീലേഖ പാലേരി മാണിക്യത്തിന്റെ ഓഡിഷന് വന്നിരുന്നു. കഥാപാത്രത്തിന് അനുയോജ്യമല്ലാത്തത് കൊണ്ടാണ് പരിഗണിക്കാതിരുന്നത്. മോശമായി പെരുമാറിയിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. സർക്കാർ സമ്മർദ്ദത്തിന് വഴങ്ങുന്നുവെന്ന് ആഷിഖ് അബു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ സർക്കാരിന് പലയിടത്തു നിന്നുള്ള സമ്മർദ്ദം വരുന്നുണ്ടെന്നും സർക്കാരും ഉദ്യോഗസ്ഥരും അതിന് വഴങ്ങുന്നുണ്ടെന്നും സംവിധായകൻ ആഷിഖ് അബു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അമ്മയ്ക്കെതിരല്ല നടൻ സിദ്ദിഖ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അമ്മയ്ക്കെതിരായ റിപ്പോർട്ട് അല്ലെന്ന് ജനറൽ സെക്രട്ടറി സിദ്ദിഖ്. ചിലയിടത്ത് സംഘടനയുടെ പേര് പരാമർശിച്ചിട്ടുണ്ടെന്ന് മാത്രം. റിപ്പോർട്ട് പ്രതിസ്ഥാനത്ത് നിർത്തിയതും അമ്മയെ അല്ല എന്ന് നടൻ സിദ്ദിഖ്. എല്ലാ റബ്ബർ തോട്ടങ്ങളിലും സൗജന്യ ജിയോ മാപ്പിംഗ്. ഉത്പന്നത്തിന് ജിയോ ടാഗ് ചെലവ് ടയർ കമ്പനികൾ വഹിക്കും. യൂറോപ്യൻ യൂണിയൻ ഡീഫോറസ്ട്രേഷൻ റെഗുലേഷൻ ഭാഗമായി എല്ലാ ചെറുകിട വൻകിട റബ്ബർ തോട്ടങ്ങളിലും ജിയോ മാപ്പിംഗ് നടത്തും. യൂറോപ്പിലേക്കുള്ള ഉത്പന്നങ്ങൾക്ക് ജിയോ ടാഗ് ഈ ഡിസംബർ മുതൽ നിർബന്ധമാക്കിയ സാഹചര്യത്തിലാണിത്. ഇതിനായി ഹൈദരാബാദ് സ്ഥാപനമായ ട്രസ്റ്റ് O1 എന്ന സ്ഥാപനവുമായി റബ്ബർ ബോർഡിന് ധാരണയായി എന്നുള്ളൊരു വാർത്തയുണ്ട്. കോടതിയുടെ നിലപാട് അറിയട്ടെ എന്ന് MV ഗോവിന്ദൻ. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ നടപടി സ്വീകരിക്കുന്നതിൽ സർക്കാരിന് ഒരു വീഴ്ചയും ഉണ്ടായിട്ടില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. സർക്കാരിന് ഒട്ടേറെ പരിമിതികളുണ്ട്. ഇപ്പോൾ ഈ വിഷയത്തിൽ ഹൈക്കോടതി ഇടപെട്ടിട്ടുണ്ടല്ലോ. റിപ്പോർട്ടും സർക്കാർ സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്ന നടപടികളും മുദ്രവെച്ച കവറിൽ നൽകാനാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. വീണ്ടും അകത്തോട്ട് പോകുമ്പോൾ 7-ാം പേജിൽ ചില വേറെ വാർത്തകൾ കൂടെ വായിക്കാം. സജ്ജം കേരള പോലീസിന്റെ ഡ്രോൺ സേന. കുറ്റകൃത്യം നടത്തി പോലീസിനെ വെട്ടിച്ചു മുങ്ങാമെന്നാണ് ധാരണയെങ്കിൽ ഇനി അത് നടപ്പില്ല. നിങ്ങളെ നിരീക്ഷിച്ച് ആകാശ കണ്ണുകൾ പിന്നാലെയുണ്ടാകും. നിരത്തിലോടുന്ന വാഹനത്തെക്കാളും വേഗത്തിൽ പറന്ന് കുറ്റവാളികളെ കണ്ടെത്തി വിവരങ്ങൾ കൈമാറും. ഇതിനുള്ള സർവ്വസന്നാഹവുമായാണ് കേരള പോലീസിന്റെ ഡ്രോൺ സേന സജ്ജമാകുന്നത്. ചർച്ചകളിൽ സജീവമാകാൻ അംഗങ്ങളോട് CPM. മുഖം നോക്കാതെ വിമർശിക്കണമെന്ന് നിർദ്ദേശം. സെപ്റ്റംബർ ആദ്യം ആരംഭിക്കുന്ന CPM ബ്രാഞ്ച് സമ്മേളന ചർച്ചകളിൽ അംഗങ്ങൾ സജീവമായി പങ്കെടുക്കണമെന്ന് പാർട്ടി നേതൃത്വം. വിമർശനങ്ങളും സ്വയം വിമർശനങ്ങളും നടത്തുന്നതോടൊപ്പം പാർട്ടിയെ കൂടുതൽ കരുത്തുള്ളതും ജനകീയവുമാക്കാനുള്ള തീരുമാനങ്ങൾ ബ്രാഞ്ച് തലത്തിൽ നിന്ന് തന്നെ ഉയർന്നു വരട്ടെ എന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെയും സംസ്ഥാന കമ്മിറ്റിയുടെയും തീരുമാനം.